പശ്ചിമേഷ്യയിൽ സംഘർഷം വ്യാപിക്കുകയാണല്ലോ. ഇസ്രായേൽ യുദ്ധം ജയിക്കുമോ? സിനു, ഗസയിലേക്ക് നോക്കും. എങ്ങനെയുണ്ട് ഗസ? ഗസ ഇപ്പോൾ ശാന്തമാണോ? ഗസയുടെ അവസ്ഥ എന്താ? അവസ്ഥ വളരെ ദയനീയമായിരിക്കും. കാരണം ഒരു യുദ്ധം കഴിഞ്ഞാൽ ഉഴുതു മറിച്ചിട്ടിരിക്കുക അല്ലേ? അതെ, അത് കോൺക്രീറ്റ് മന്ദിരങ്ങൾ ഇങ്ങനെ ഇത് ഇപ്പോഴത്തെ പത്രങ്ങളിലും ചാനലുകളിലല്ലേ നിങ്ങൾ കാണുന്നത്. ഇത് 2000 വർഷങ്ങൾക്കപ്പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഗസയെക്കുറിച്ച്. 2000 വർഷങ്ങൾക്കപ്പുറം സെഫന്യാസ് ബൈബിളിൽ അധ്യായം 2, ഗസ നിർജ്ജനമാകും, അസ്കലോൻ ശൂന്യമായി തീരും, അസ്തോദിനെ അവർ മധ്യാഹ്നത്തിൽ നീക്കിക്കളയും, ദൈവം ഗസയെ ശിക്ഷിക്കും. തീർന്നില്ല. ആമോസ് 1:7, ഗസയുടെ മതിലിന്മേൽ ഞാൻ അഗ്നി അയക്കും, അവളുടെ ശക്തിദുർഗങ്ങളെ അത് വിഴുങ്ങിക്കളയും, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഗസയെ ഞാൻ ഇല്ലായ്മ ചെയ്യും. ആര് പറയുന്നത്? യഹോവയുടെ വചനങ്ങളാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇസ്രായേലിൻ്റെ നാഥനായ ഏകദൈവം ആരാണെന്നറിയോ? യഹോവയാണ്. യഹോവയുടെ സംരക്ഷണം ഇസ്രായേലിനുണ്ട് എന്ന് ഇസ്രായേലിൽ വിശ്വസിക്കുന്നു, ലോകത്തെമ്പാടുമുള്ള ക്രൈസ്തവർ വിശ്വസിക്കുന്നു. ബൈബിളിൽ ആവർത്തന പുസ്തകം 33:29 വീണ്ടും പറയുന്നുണ്ട്, ഇസ്രായേലേ നീ ഭാഗ്യവാൻ, നിനക്ക് തുല്യൻ ആര്? യഹോവയാൽ രക്ഷിക്കപ്പെട്ട ജനമേ, അവൻ നിൻ്റെ സഹായത്തിന് പരിചയും മഹിമയുടെ വാളുമാകുന്നു. നിൻ്റെ ശത്രുക്കൾ നിന്നോട് അനുസരണം നടിക്കും, നീ അവരുടെ ഉന്നതങ്ങളിന്മേൽ നടകൊള്ളും. ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സത്യത്തിൽ വളരെ ബിബ്ലിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ നടക്കുകയാണ്. ബൈബിളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ നടക്കുകയാണ്. ഇസ്രായേൽ എന്നുള്ള ചെറിയ രാജ്യം 1948 മുതൽ ഇന്ന് വരെ ഏതാണ്ട് 16-17 യുദ്ധങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഈ യുദ്ധങ്ങളുടെ കഥയിലേക്ക് ഞാൻ പറയാം. ഏതെല്ലാം യുദ്ധങ്ങളാണ് ഇസ്രായേൽ നേരിട്ടതെന്ന് ഞാൻ കണക്ക് പറയാം. ഇസ്രായേൽ ഒരിക്കലും ഒറ്റയ്ക്ക് മറ്റൊരു രാജ്യത്തോട് യുദ്ധം ചെയ്തിട്ടില്ല. കാരണം ഇസ്രായേലിനോട് ഒന്നിലേറെ രാജ്യങ്ങളാണ് വന്ന് യുദ്ധം ചെയ്തിട്ടുള്ളത്. ഇസ്രായേലിനെ തനിച്ച് നേരിടാൻ അന്നും ഇന്നും ആർക്കും ധൈര്യമില്ല. ഇപ്പം തന്നെ നോക്കൂ, ഇവിടെ ഹമാസ്, ഹിസ്ബുള്ള, ഹൂതികൾ, ഇറാൻ ഇവരെല്ലാവരും ചേർന്നിട്ട് ഒരു നിഴൽ യുദ്ധം, പരസ്യമായി ഹമാസ്, ഹിസ്ബുള്ള, പിന്നാലെ ബാക്കിയുള്ളവർ, അങ്ങനെ നിഴൽ യുദ്ധം നടത്തി ഇസ്രായേൽ ഒറ്റയ്ക്കാണ്. 1948 അറബ് ഇസ്രായേൽ യുദ്ധം. 5 രാജ്യങ്ങളാണ് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തത്. ഇസ്രായേൽ ജയിച്ചു. 48 മുതൽ 67 വരെ യുദ്ധങ്ങളുടെ കാലമാണ്. യുദ്ധങ്ങളുടെ കാലം എന്ന് വെറും യുദ്ധമല്ല, ഫിദായിൻ എന്ന് പറയും. ഫിദായിൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഓഗസ്റ്റ് 15 ഫിദായിൻ ആക്രമണങ്ങൾ ഡൽഹിയിൽ നടക്കുമെന്നൊരു അറിയിപ്പുണ്ടായിരുന്നു, ഇൻ്റലിജൻസ് മുന്നറിയിപ്പുണ്ട്. ഈ ഫിദായിൻ എന്ന് പറഞ്ഞാൽ രഹസ്യമായി നടത്തുന്ന ചാവേർ ആക്രമണങ്ങളാണ്. ഒരാൾ വന്ന് നിൽക്കുന്നു, അയാൾ പൊട്ടിത്തെറിക്കുന്നു. അങ്ങനെ ഈ ചാവേർ ആക്രമണങ്ങൾ മിഡിൽ ഈസ്റ്റിലും ഒക്കെ വ്യാപകമായി നടന്നിട്ട് 48 മുതൽ 68 വരെ 4 രാജ്യങ്ങളാണ് ഫിദായിൻ ആക്രമണങ്ങൾ നിരന്തരമായി. 48 മുതൽ 67 വരെ എത്ര വർഷം നോക്കൂ, ഇസ്രായേലിന് നേരെ ആക്രമണമായിരുന്നു. ഇസ്രായേൽ ജയിച്ചു. 67 6 ദിവസത്തെ യുദ്ധം, 6 രാജ്യങ്ങൾ ചേർന്ന്, 6 അറബി രാജ്യങ്ങൾ ചേർന്നാണ് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്തത്. ഈജിപ്ത്, ജോർദാൻ, സിറിയ, ലെബനോൺ എല്ലാവരും ചേർന്ന് ഇസ്രായേലിനെ ആക്രമിക്കുകയാണ്. ഇസ്രായേൽ ജയിച്ചു, പൊരുതി ജയിച്ചു. ഇനി 67 മുതൽ 70 വരെ വാർ ഓഫ് അട്രീഷൻ എന്ന് പറഞ്ഞ് അങ്ങനത്തെ യുദ്ധം. അതും കഴിഞ്ഞ് 1973 യോം കീപ്പർ യുദ്ധം. യോം കീപ്പർ എന്ന് പറഞ്ഞാൽ ഒക്ടോബർ 6 ഇസ്രായേലികളുടെ വിശുദ്ധ ദിനമാണ്. നോക്കൂ, ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിൽ കയറി കൂട്ടക്കൊല നടത്തി. അതെ, അങ്ങനെ നടന്ന യുദ്ധം 4 രാജ്യങ്ങളാണ്. ഇസ്രായേൽ ജയിച്ചു. തീർന്നില്ല. 71 മുതൽ 82 വരെ പലസ്തീൻ അപ്സ്പ്രിങ്ങിൻ്റെ കാലമായിരുന്നു. ലെബനോനും PLOയും പലസ്തീനും ഇസ്രായേലിനെ നിരന്തരം ആക്രമിച്ചു, 2 കൂട്ടർ. അപ്പോഴും ഇസ്രായേൽ ജയിച്ചു. 85 മുതൽ 2000 വരെ ലെബനോൻ സംഘർഷങ്ങൾ തുടരുകയാണ്. അതിലും ഇസ്രായേൽ തന്നെ ജയിച്ചു. 87 മുതൽ 91 വരെയുള്ള കാലത്ത് പിന്നീട് എന്താരംഭിച്ചെന്നറിയോ? ഇൻതിഫാദ ആരംഭിച്ചു. ഇൻതിഫാദ നമ്മൾ കണ്ടില്ലേ, കേരള യൂണിവേഴ്സിറ്റിയുടെ യൂത്ത് ഫെസ്റ്റിവലിന് വരെ പേരിട്ട ഇൻതിഫാദ 1, ആദ്യത്തെ ഇൻതിഫാദ. കയ്യിൽ കിട്ടുന്നിടത്ത് ഇസ്രായേലികളെ കൊല്ലുക, ജൂതന്മാരെ കൊല്ലുക. അതിലും ഇസ്രായേൽ ജയിച്ചു. 2 രാജ്യങ്ങളുണ്ടായിരുന്നു. വീണ്ടും 2000 മുതൽ 2003 വരെ ഇൻതിഫാദ 2ാം ഘട്ടം അരങ്ങേറി. അപ്പോഴും 2 രാജ്യങ്ങൾ. ഇസ്രായേലിനെ തോൽപ്പിക്കാൻ പറ്റിയില്ല. പിന്നെ 2006 ലെബനോൺ യുദ്ധം നടന്നു, ഇസ്രായേൽ ജയിച്ചു. 2008 1ാം ഗാസ യുദ്ധം, 2012 ഗാസ ഓപ്പറേഷൻ, 2014 2ാം ഗസ യുദ്ധം, 2021 ഗാസ സംഘർഷം വീണ്ടും ഉണ്ടാകുന്നു.
2023 ഹമാസിൻ്റെ ആക്രമണം, ഇപ്പോൾ കഴിയുന്നത് 2024 ഇപ്പോൾ ലെബനോണെതിരെയുള്ള യുദ്ധം. ഇസ്രായേൽ എവിടെ തോറ്റു? അപ്പോൾ എല്ലായിടത്തും നിന്ന് ഇസ്രായേലിന് നേരെയാണ് ആക്രമണം. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിക്കുക, നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇസ്രായേലിനെ കുറ്റം പറയുന്ന ആളുകൾ ആലോചിക്കണം. ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യമുണ്ടല്ലോ, ഈ ഇസ്രായേൽ രാജ്യം എന്ന് പറഞ്ഞ ദൈവം തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന് നൽകിയ ദേശമാണ് ഇസ്രായേൽ എന്നാണ് ബൈബിൾ പറയുന്നത്. തേനും പാലും ഒഴുകുന്ന കാനൻ ദേശം. അങ്ങനെ ഇസ്രായേലിന് ദൈവദത്തമായ ദൈവത്തിൻ്റെ വാഗ്ദത്ത ഭൂമിയാണ് ഇസ്രായേൽ. അന്നത്തെ ഇസ്രായേലിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. ദൈവം വാഗ്ദത്തം ചെയ്ത പഴയ ഇസ്രായേൽ എന്നുള്ള സങ്കല്പം ഏതൊക്കെ രാജ്യങ്ങൾ വരുമെന്നറിയോ? ലെബനോൺ, ഈജിപ്ത്, ഗസ, ഹെബ്രോൻ, സിറിയ, ജോർദാൻ, ഇറാഖ്. ഇതെല്ലാം യഹോവ ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും ക്രൈസ്തവർക്കും വേണ്ടി വാഗ്ദത്തം ചെയ്ത ഭൂമിയാണ്. ഏതൊക്കെ രാജ്യങ്ങളാണ്? ലെബനോൺ, ഈജിപ്ത്, ഗസ, ഹെബ്രോൻ, സിറിയ, ജോർദാൻ, ഇറാഖ്. ഇതെല്ലാം ആർക്ക് വേണ്ടി? ജൂതന്മാർക്കും ക്രൈസ്തവർക്കും വേണ്ടി യഹോവയുടെ വാഗ്ദത്ത ഭൂമിയായിരുന്നു. എന്തിന്? മക്ക, മദീന, സൗദി, ഈ അറബ് സ്ഥാനങ്ങളെല്ലാം ഇതെല്ലാം അറബ് ക്രൈസ്തവരുടേതായിരുന്നു. ഇതെല്ലാം പോയി. ക്രൈസ്തവ രാജ്യങ്ങളായ ലെബനോണും ഈജിപ്തും സിറിയയുമൊക്കെ എങ്ങനെയാണ് ഇസ്ലാം രാജ്യങ്ങളായി മാറിയത്? ഇസ്ലാമിക ഭരണം വന്നത് എങ്ങനെയാണ്? ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്ത്, അവരെ ഓടിപ്പായിപ്പിച്ച്, യഹൂദരെ കൂട്ടക്കൊല ചെയ്ത്, ക്രൈസ്തവരെ കൂട്ടക്കൊല ചെയ്ത് പിടിച്ചെടുക്കുക. ഒരു മതം പിടിച്ചെടുത്ത രാജ്യമാണ്. സത്യത്തിൽ ഇപ്പോൾ നടക്കുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല, രണ്ടും മതങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. ഒരു മതത്തെ, ക്രൈസ്തവ മതത്തെയും യഹൂദ മതത്തെയും അവരുടെ ജന്മനാട്ടിൽ നിന്ന് ആട്ടിപ്പായിച്ചിട്ട് മറ്റൊരു മതം അവിടെ അധിനിവേശ ശക്തിയായി. എന്നിട്ട് ഈ പാവപ്പെട്ട യഹൂദർ ലോകത്ത് മുഴുവൻ അഭയാർത്ഥികളായി നടന്നു എന്ന് മാത്രമല്ല, അവരുടെ കഥ വളരെ കരളലിയിക്കുന്നതാണ്. അവർ റോമാക്കാർ AD 70 അവരെ തടവുകാരായി പിടിച്ചുകൊണ്ട് പോയി. ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് അവർ ചിതറിപ്പോയി. ഹിറ്റ്ലർ 10 ലക്ഷത്തോളം ജൂതന്മാരെ ഗ്യാസ് ചേമ്പറുകൾ അടച്ച് കൂട്ടക്കൊല ചെയ്തു. എല്ലായിടത്തും അവരിങ്ങനെ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഒരു രാജ്യം ഇവരെ മാറോട് ചേർത്തു. അത് നമ്മുടെ ഇന്ത്യയാണ്. പഴയ കാലത്ത് നമ്മുടെ ഇന്ത്യയാണ്. ലോകത്ത് എല്ലായിടത്തും യഹൂദന്മാർ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അവരെ ചുവന്ന പരവതാനി വിരിച്ച് സ്വീകരിച്ച് ഈ നാട്ടിൻ്റെ മക്കളായി പരിപാലിച്ചത് ഇന്ത്യയാണ്. നമുക്ക് അഭിമാനിക്കാം. ഇസ്രയേലികൾക്ക്, യഹൂദർക്ക് ഇന്ത്യയോടുള്ള സ്നേഹത്തിൻ്റെ കാരണവും അതാണ്. ഇപ്പോഴും നമ്മളെ തുടരുക. നമ്മുടെ പ്രധാനമന്ത്രിയും നെതന്യാഹുവും തമ്മിലുള്ള ആത്മബന്ധം, രണ്ട് രാഷ്ട്രത്തലവന്മാർ എന്നതിനപ്പുറത്ത് വ്യക്തിപരമായ ഒരു സൗഹൃദവും അവർ തമ്മിൽ നിൽക്കുന്നുണ്ട്. അതെ. അപ്പോൾ ഏതായാലും ഇതിന് അങ്ങനെ വന്നിട്ട് എന്ത് ചെയ്തു? ഇസ്രായേലുകൾക്ക് അവരുടെ മാതൃരാജ്യം നഷ്ടമായി. ഓട്ടോമാൻ തുർക്കികൾ കയ്യേറി, അല്ലേ? ഓട്ടോമാൻ തുർക്കികൾ കൊണ്ടുപോയി. എന്നിട്ട് ആ ലോകത്തെ ആദ്യത്തെ ഇസ്ലാമിക ഖിലാഫത്ത് സ്ഥാപിച്ചു. ആ ഖിലാഫത്തിന് വേണ്ടി ഇന്ത്യയിലും സമരം ചെയ്തും, അല്ലേ? അതെ. മലബാറിലെ ഹിന്ദുക്കളെയും അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ക്രിസ്ത്യാനികളെയും കൂടെ കൂട്ടക്കൊല ചെയ്തതാണ് 921 മറ്റേ വാരിയംകുന്നൻ്റെ കലാപം. ആർക്ക് വേണ്ടി? ഖിലാഫത്ത് സംരക്ഷിക്കാൻ വേണ്ടി. ഖിലാഫത്ത് എന്ന് പറയുന്ന ആ സ്ഥലം ഓട്ടോമാൻ സാമ്രാജ്യമായിരുന്നു. അത് ക്രൈസ്തവ സാമ്രാജ്യമായിരുന്നു, യഹൂദന്മാരുടെയും കൂടി നാടായിരുന്നു. അത് പിടിച്ചെടുത്തിട്ടാണ് ആദ്യത്തെ ഖിലാഫത്ത് ഉണ്ടാക്കിയത്. അങ്ങനെ ലോകത്തെല്ലായിടത്തും ഒരു പലായനം ചെയ്ത് നരകിച്ച് അഭയാർത്ഥികളെ പോലെ നടന്ന ഈ ജനതയ്ക്ക് വേണ്ടി 1946 ബ്രിട്ടൻ്റെ മധ്യസ്ഥതയിൽ ഒരു ചർച്ച നടത്തി. അവർക്ക് അവരുടെ രാജ്യത്തിൻ്റെ ഒരു ഭാഗം വില കൊടുത്ത് മേടിക്കേണ്ടി വന്നു. ആലോചിച്ച് നോക്കൂ. ഒരു ജനത അവരുടെ നാട്ടിൽ നിന്ന് ആട്ടിപ്പായിക്കപ്പെട്ടതിന് ശേഷം അവരുടെ രാജ്യത്തിൻ്റെ ഒരു ഭാഗം ലോകത്തെമ്പാടുമുള്ള യഹൂദർ പണം കൊടുത്ത് വാങ്ങിയത് എവിടെയാണ്? ഏറ്റവും നല്ല സ്ഥലമൊന്നുമില്ല, ഏറ്റവും മോശം പാഴ്ഭൂമി എന്ന് കണ്ട് എഴുതിത്തള്ളിയ ഭൂമി അവർ പണം കൊടുത്ത് വാങ്ങി. എന്നിട്ട് അവരെ അവിടെ ജീവിക്കാൻ സംഭവിച്ചില്ല. ആ രാജ്യം രൂപീകരിച്ച് ആഴ്ച തികയും മുമ്പ് അറബ് രാജ്യങ്ങൾ ഇവരെ ആക്രമിച്ചു. എന്തിന്? സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ ജൂതനെയും ക്രിസ്ത്യാനികളെയും കൊന്നാൽ മാത്രമേ സ്വർഗപ്രവേശമുണ്ടാകൂ എന്ന് പറയുന്ന ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ ഇന്നും ലോകത്തെമ്പാടുമുള്ള യഹൂദരെ കൊല്ലാൻ നോക്കിയാണ് ഇസ്ലാമിക രാജ്യങ്ങൾ. അതിനകത്ത് എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും ഇല്ല കേട്ടോ. ഗൾഫ് രാജ്യങ്ങൾ ഇല്ല, സൗദി ഇല്ല. സൗദി ഇസ്രായേലുമായി നല്ല ബന്ധം ഉണ്ടാക്കുകയാണ്. UAE ഇല്ല. അങ്ങനെ ആ രാജ്യങ്ങളൊക്കെ മാറി നിൽക്കുമ്പോൾ മതാന്ധത ബാധിച്ച ഒരു പറ്റം രാജ്യങ്ങൾ ഇപ്പോഴും ഇസ്രായേലിനെ തീർക്കാൻ നടക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് യുദ്ധം. ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം കൂടിയല്ല, ഒരു മതത്തിൻ്റെ കടന്നുകയറ്റം കൂടിയാണ്. രണ്ടു മതങ്ങളെ ഇല്ലാതാക്കാൻ, യഹൂദന്മാരെയും ക്രൈസ്തവരെയും ഇല്ലാതാക്കാനുള്ള യുദ്ധം കൂടിയാണ്. നമ്മൾ വെറുതെ പറയല്ല. ഇപ്പോൾ ആക്രമണം നടക്കുന്ന ലെബനോൺ ആവട്ടെ, സിറിയ ആവട്ടെ, ഇറാഖ് ആവട്ടെ, അവിടെയൊക്കെ ആരാ ഉണ്ടായിരുന്നത്? ക്രൈസ്തവരാണ് ഉണ്ടായിരുന്നത്.
യഹൂദന്മാരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ക്രൈസ്തവ ഭൂരിപക്ഷ പ്രദേശമൊക്കെ ഇപ്പം ഇസ്ലാമിക രാജ്യങ്ങളാണ്. അപ്പോൾ ഇത് അധിനിവേശത്തെ ചെറുക്കാനുള്ളൊരു വലിയ യുദ്ധം കൂടിയാണ്. അതിൽ ദൈവം അവരുടെ കൂടെയാണെന്ന് ആര് പറയുന്നു? യഹൂദർ വിശ്വസിക്കുന്നു, ക്രൈസ്തവർ വിശ്വസിക്കുന്നു. ബൈബിൾ പറയുന്നു, യെരൂശലേമേ നിന്നെ ഞാൻ മറക്കുന്നുവെങ്കിൽ എൻ്റെ വലങ്കൈ ഞാൻ മറന്നുപോകും എന്നാണ് യഹോവ പറഞ്ഞിട്ടുള്ളത്, ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത്. യെരൂശലേമേ നിന്നെ മറക്കില്ല, ഇസ്രായേലെ നിന്നെ മറക്കില്ല, നീ എൻ്റെ ജനമാണ് എന്ന് പറയുന്ന ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി ഓരോ ദിവസവും സംഭവിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ വേറെ കാര്യമുണ്ട്, ഇതും എല്ലാം ബിബ്ലിക്കൽ. എങ്ങനെയാണ് യഹൂദന്മാർ അട്ടിപ്പായിക്കപ്പെട്ടത്? അതും മത്തായിയുടെ സുവിശേഷം 25-27 പറയുന്നുണ്ട്. അവർ യേശുക്രിസ്തുവിനെ കുരിശിലേറ്റാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതി പരമ്പരകളുടെ മേലും വീണുകൊള്ളട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ യേശുവിനെ ക്രൂശിച്ചതിൻ്റെ ഒരു ശിക്ഷ കൂടി ഇതിനകത്തുണ്ട്. പക്ഷേ ഒടുവിൽ എല്ലാം ക്ഷമിച്ച് ദൈവം യഹോവ ഈ ജനതയെ രക്ഷിക്കാൻ വരുമെന്നുള്ള ഒരു വിശ്വാസം കൂടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലെബനോൻ യുദ്ധം നടക്കുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സക്കറിയായുടെ പുസ്തകത്തിലെ 11-ാം അധ്യായം 1 നമ്മൾ വായിച്ചു. ലെബനോനെ നിൻ്റെ വാതിലുകൾ തുറക്കുക. എന്തിനാണ്? ആരെയും സ്വീകരിക്കാനല്ല, നീ സ്വീകരിക്കണം. ആരെയാണ്? തീമഴ സ്വീകരിക്കാൻ. അഗ്നി നിൻ്റെ ദേവദാരുക്കളെ വിഴുങ്ങട്ടെ. വിഴുങ്ങിക്കൊണ്ടിരിക്കുക. നമ്മളിന്ന് സംസാരിക്കുമ്പോൾ ഞാൻ അല്പം മുമ്പ് ഗാർഡിയൻ നോക്കി. ഗാർഡിയനിൽ പറയുന്നു 4 മിനിറ്റ് മുമ്പ് വീണ്ടും ഇസ്രായേലിൻ്റെ വിമാനങ്ങൾ ലെബനനിൽ തീമഴ പെയ്യുകയാണ്. അപ്പോൾ ആക്രമണം വീണ്ടും തുടരുന്നു നടത്തും. അപ്പോൾ അല്ല, നമ്മൾ അത്ഭുതപ്പെടുകയല്ലേ? ഒരു വിശുദ്ധ വേദപുസ്തകത്തിൽ ക്രൈസ്തവ ജനത വിശുദ്ധമായി കിട്ടുന്ന ബൈബിളിൽ അതിൻ്റെ ഒരു ഭാഗം തന്നെയാണല്ലോ തോറ, പഴയ നിയമം, യഹൂദരുടെ വിശുദ്ധ ഗ്രന്ഥം. അതിലൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി നടക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ സങ്കീർത്തനങ്ങൾ 28:8-10 പെട്ടെന്ന് ഞാൻ വായിക്കാം. മഹത്വത്തിൻ്റെ രാജാവാരാണ്? ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തു, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവ് ആരാണ്? സൈന്യങ്ങളുടെ യഹോവ തന്നെ. സൈന്യങ്ങളുടെ തലവനും ആരാണ്? യഹോവയാണെന്ന് ക്രൈസ്തവർ വിശ്വസിക്കുന്നു, യഹൂദരും വിശ്വസിക്കുന്നു. വരുവിൻ, ഈ ജനതയെ മുഴുവൻ തുടച്ചു നീക്കാം. ഇസ്രായേൽ എന്ന നാമം മേലിൽ ആരും ഓർമ്മിക്കാതിരിക്കട്ടെ എന്ന് ശത്രുക്കൾ പറഞ്ഞതായി സങ്കീർത്തനങ്ങളിൽ 83:4-18 പറയുന്നുണ്ട്. അതെ, 2000 വർഷം മുമ്പ് എഴുതിയാണ്. അതായത് ഈ ജനതയെ മുഴുവൻ തുടച്ചു നീക്കാമെന്ന് അന്നേ നിങ്ങൾ പറഞ്ഞു. അന്ന് തുടങ്ങിയ ശ്രമമാണ് ഈ ജനതയെ മുഴുവൻ തുടച്ചു നീക്കാൻ വേണ്ടി. എന്നിട്ട് ഇസ്രായേൽ എന്ന നാമം മേലിൽ ആരും ഓർമ്മിക്കാതിരിക്കട്ടെ എന്ന് നിങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. അവസാനത്തെ ജൂതൻ വന്നിട്ട് മരത്തിൻ്റെ പിന്നിൽ, ആ മരത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, മരത്തിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കും. ബാക്കി എല്ലാ ജൂതനെ കൊല്ലും. കൊന്നു കഴിയുമ്പോൾ ഒരാൾ മാത്രം ശേഷിക്കും. അയാൾ ഒരു മരത്തിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുമ്പോൾ ആ മരം വിളിച്ചു പറയും, ഇതാ എൻ്റെ പിന്നിൽ ഒരു ജൂതൻ ഇരിപ്പുണ്ട്, വരൂ കൊല്ലൂ അവനെ എന്ന് പറയും. എന്ന് പറയുന്ന ഒരു വിശ്വാസ പ്രമാണം, ഒരു മതമുണ്ട്. ആ മതഭീകരതയോടെയാണ്, അതിനോടാണ് ജൂതന്മാർ പോരുന്നത്. ആ പോരാട്ടം, ജൂതന്മാർക്ക് ഈ പോരാട്ടം ജയിക്കണം. ഇല്ലെങ്കിൽ അടുത്ത ഇര ആരാന്നറിയോ? ലോകത്തെമ്പാടുമുള്ള ക്രൈസ്തവരാണ്. ശത്രുക്കൾ 2 പേരാണ്. ഹിന്ദുക്കളൊക്കെ പിന്നെയാണ്, ജൂതനും ക്രൈസ്തവരും. അതാണ് മെയിൻ ശത്രുക്കളാണ്. അപ്പോൾ ഇതൊരു മതയുദ്ധം കൂടിയാണ്. ഒരു തർക്കമില്ല, ആരും പറയുന്നില്ല. നമ്മൾ പറയുന്നു ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല, ഇത് വിശ്വാസ പ്രമാണങ്ങളെ ആധാരമാക്കി ഒരു വിശ്വാസത്തെ തുടച്ചു നീക്കാൻ നടക്കുന്ന യുദ്ധമാണ്. ഇതാരും പറയില്ല, പക്ഷെ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇത് ചരിത്രമാണ്, ബൈബിൾ പറയുന്നത് സത്യമാണ്. ഞാൻ ഒരു പ്രവചനം പോലെ ഒരു വേദപുസ്തകം, ലോകത്തെ ലക്ഷക്കണക്കിനായ കോടിക്കണക്കിനായ ക്രൈസ്തവ വിശ്വാസികൾ അവരുടെ പരിശുദ്ധ ബൈബിൾ, അവർ പരിശുദ്ധമായി കാണുന്ന ബൈബിളിൽ നടക്കുന്ന കാര്യങ്ങൾ ഓരോ നിമിഷവും നടക്കുകയാണെന്ന് പറയുമ്പോൾ നമ്മളെ ഈ 21-ാം നൂറ്റാണ്ടിൽ നമ്മളെ അത്ഭുതപ്പെടുന്നു. അതുകൊണ്ടാണ് ഈ സത്യവേദ പുസ്തകത്തൊക്കെ അവർ പറയുന്നത്. നമുക്ക് ഈ യുദ്ധത്തിൻ്റെ സിനു ചോദിച്ചില്ലേ ആര് ജയിക്കുമെന്ന്. ഞാൻ ആര് ജയിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ ജെർമിയ 30:3 വായിക്കാം. അതിനകത്ത് പറയുന്നു, യഹോവ പറയുന്നതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെയും യഹൂദരുടെയും ഭാഗ്യം പുനഃസ്ഥാപിക്കുന്ന നാളുകൾ വരുന്നു എന്ന് യഹോവ അരുളി ചെയ്തു. ഞാൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തേക്ക് അവരെ മടക്കി അവർ അത് കൈവശമാക്കും. അവർക്ക് പിതാക്കന്മാർക്ക് യഹോവ കൊടുത്ത ദേശം ഏതാണെന്നറിയാമോ? ലെബനോൻ, ഈജിപ്ത്, ഗസ, ഹെബ്രോൻ, സിറിയ, ജോർദാൻ, ഇറാഖ്, മക്ക, മദീന, സൗദി ഒക്കെ അടങ്ങുന്ന വിശുദ്ധമായ തേനും പാലും ഒഴുകുന്ന കാനൻ ദേശം, യഹോവയുടെ വാഗ്ദത്ത ഭൂമി. ആ വാഗ്ദത്ത ഭൂമിയിലേക്ക്
ആ പ്രോമിസ് കൊടുത്ത്, ആ വാഗ്ദാനം കൊടുത്ത് ഇന്നത്തെ യഹൂദ തലമുറയുടെ പിതാക്കന്മാർക്ക് ആര് കൊടുത്ത വാഗ്ദാനമാണ്? യഹോവ കൊടുത്ത വാഗ്ദാനമാണ്. ഒരിക്കൽ കൂടി ജെർമിയ വായിക്കാം. യഹോവയുടെ വാക്കുകളാണ്. എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെയും യഹൂദരുടെയും ഭാഗ്യം പുനഃസ്ഥാപിക്കുന്ന നാളുകൾ വരുന്നു. ആ നാളുകളാണോ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ സ്വാഭാവികമായും സംശയിക്കുന്നു. വീണ്ടും യഹോവ പറയുന്നു, ഞാൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തേക്ക് അവരെ മടക്കി അവർ ആ ദേശം കൈവശമാക്കും. അതിനുള്ള യുദ്ധം ഇസ്രായേൽ തുടരുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ സിനു ചോദിച്ചല്ലേ ആര് ജയിക്കുമെന്ന്? ഇതാണ് അതിൻ്റെ അന്തിമ ജയിക്കും. ഇസ്രായേൽ തോൽക്കണമെങ്കിൽ യഹോവ സർവശക്തനായ ദൈവം തോൽക്കണം. ദൈവം പരാജയപ്പെടുമെന്ന് ഞാൻ കരുതുന്നില്ല. നമുക്ക് പഴയ പോലെ പെട്ടെന്നൊരു നൊസ്റ്റാൾജിക്കായിട്ടൊരു പാട്ട് എനിക്ക് ഓർമ്മ വന്നു. ആ പാട്ട് ഞാനൊന്ന് പ്ലേ ചെയ്യാം. ഒരുപക്ഷെ നമ്മുടെ സുഹൃത്തുക്കൾ ഇത് കഴിഞ്ഞിട്ട് ആ പാട്ടൊന്ന് കേൾക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.